ലക്ഷദ്വീപിന്റെ ഗോത്ര സംസ്കാരങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ട കൂട്ടായ ശ്രമങ്ങളാണ് തുടരേണ്ടതെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. ലക്ഷദ്വീപിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഗത്തി കവരത്തി ദ്വീപുകൾ സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. സന്ദർശകരുടെ പ്രവാഹം തുടരുകയാണ്. നമ്മളോടൊപ്പം വളരെ പ്രമുഖനായ തവനൂർ എം.എൽ.എ. ഡോക്ടർ കെ.ടി. ജലീൽ മുൻ മന്ത്രിയാണ്. അദ്ദേഹം കുടുംബസമേതം ലക്ഷദ്വീപ് കാണാൻ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ ഒരുപാട് പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും, ഒരുപാട് മനുഷ്യരെ, വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്നും ലക്ഷദ്വീപ് എത്രത്തോളം വ്യത്യസ്തമായി കിടക്കുന്നു? എന്തുകൊണ്ടാണ് ലക്ഷദ്വീപ് ഇത്തവണ തെരഞ്ഞെടുത്തത്? ലക്ഷദ്വീപ് ഒരുപാട് നല്ല മനുഷ്യരുള്ള സ്ഥലമാണ്. 10ഓളം ദ്വീപുകളിൽ സമാധാനപ്രിയരും ശാന്തരുമായിട്ടുള്ള ആളുകളാണ് അധിവസിക്കുന്നത്. ഇവിടെ പരസ്പര സഹായം അതിന്റെ മൂർധന്യത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് പട്ടിണി, ദാരിദ്ര്യം, അതിദാരിദ്ര്യം ഇതൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ. ടൂറിസ്റ്റുകളുടെ എണ്ണം ലക്ഷദ്വീപിലേക്ക് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ആൾപ്പാർപ്പില്ലാത്ത, ജനവാസമില്ലാത്ത ദ്വീപുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കുന്നുണ്ട് ഇപ്പോൾ. അത് നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം ഈ നാട്ടിലെ ആളുകൾക്കായിരിക്കണം അതിന്റെ പ്രയോജനം. ജോലിക്കാര് അത് ഈ പ്രദേശത്തുകാരില്ലെങ്കിൽ മാത്രമേ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പരിഗണിക്കാൻ പാടുള്ളൂ. ഏതൊരു ദേശത്തും ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുമ്പോൾ അതത് ദേശക്കാർക്കായിരിക്കും പ്രാമുഖ്യം. ഇന്തോനേഷ്യയിൽ പോയാൽ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലുമുള്ള കടകൾ പോലും ആ ഗ്രാമത്തിലെ ആളുകൾക്കാണ് നൽകുന്നത്. എന്നതുപോലെ ഇവിടെ എന്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ വികാസം നടക്കുമ്പോഴും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും. ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ദേശക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രാമുഖ്യം നൽകണം, പ്രാതിനിധ്യം ഉണ്ടാവണം.